Hello everyone. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫംഗ്ഷൻ കോൾ ആണ്. ഫംഗ്ഷൻ കോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ബി മെയ്ഡ് സിംപ്ലി ബൈ യൂസിങ് എ ഫംഗ്ഷൻ നെയിം ഫോളോഡ് ബൈ ദ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് ഇഫ് എനി എൻക്ലോസ്ഡ് ഇൻ പാരാന്തസിസ്. സോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. സോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഫംഗ്ഷന്റെ പേര് ജസ്റ്റ് യൂസ് ചെയ്യുക. പേര് വെച്ചിട്ട് ഫംഗ്ഷന്റെ പേരുണ്ടാവും, ഫംഗ്ഷൻ നെയിം ഉണ്ടാവും. ആ ഫംഗ്ഷൻ നെയിം ഫോളോഡ് ബൈ ഫംഗ്ഷന്റെ നെയിം ഫോളോഡ് ബൈ പാരാന്തസിസ്. പാരാന്തസിസിനകത്ത് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനിലേക്ക് നീ വാല്യൂസ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ വാല്യൂസ് ജസ്റ്റ് പാസ് ചെയ്യുന്ന വാല്യൂസ് ആണ്. ഓക്കെ, എ ബി എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് നമുക്ക് A equal to 10, B is equal to 20 എന്ന് പറഞ്ഞ വാല്യൂസ് ഡിക്ലെയർ ചെയ്തിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ ആ വാല്യൂ നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ A, B എന്ന് പറഞ്ഞ് പാസ് ചെയ്താൽ മതി. ആൻഡ് ദെൻ ക്ലോസ് ദ പാരാന്തസിസ് വിത്ത് സെമിക്കോളൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ സിന്റാക്സ് ഫോർ ഫംഗ്ഷൻ കോൾ. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് നമ്മളിവിടെ രണ്ട് ഇൻറ്റു വൈ എന്നാണ് കേട്ടോ. സോ ഇൻറ്റു വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു വൈ. ദെൻ വൈയിലേക്ക് നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിന് റിസൾട്ട് വരുന്നത് റിട്ടേൺ ചെയ്ത് മേടിക്കാൻ വേണ്ടിയാണ് വൈ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ വൈ ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ഫംഗ്ഷൻ ആണ്. മൾ ഓഫ് 10, 5. 10, 5 എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ്, ഇൻപുട്ട് വാല്യൂസ്, ഇൻറ്റിജർ വാല്യൂസ് നമ്മുടെ മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇവിടെ മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആണ്. രണ്ട് ഇൻറ്റിജർ വാല്യൂസ് ഇതിലേക്ക് പാസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കേസിൽ 10 ഉം 5 ആണ് ഇവിടെ പാസ് ചെയ്ത് വന്നിരിക്കുന്നത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ. നേരെ ഇപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ മെയിൻ ഫംഗ്ഷനാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യമേ വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്തു, അതിനുശേഷം നേരെ ഈ ഫംഗ്ഷൻ കോളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കൺട്രോൾ വിൽ പാസ് ടു ദി പർട്ടിക്കുലർ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പോകും. തൊട്ട് താഴേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വരെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് കൺട്രോൾ വരും. അപ്പം ഇവിടെ 5, 10 എന്ന് പറഞ്ഞ വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്യും, വൈയിലേക്ക് 5 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യും. എന്നിട്ട് ഫംഗ്ഷനകത്തേക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇൻറ്റ് പി എന്ന് പറഞ്ഞ വേരിയബിളിനെ ഇൻറ്റിജർ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ പി ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ 10 into 5 എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ 50 പിയിൽ 50 കിട്ടും. ആൻഡ് റിട്ടേൺ പി എന്ന് പറയുമ്പോഴത്തേക്കും 50 റിട്ടേൺ ചെയ്യും. ഓക്കെ, 50 എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ ഇവിടെ നിന്നാണ് കോൾ ചെയ്തത്, ഇവിടെ നിന്നാണ് ഫംഗ്ഷൻ കോൾ ചെയ്തത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ ഒരു വൈയിലേക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വൈ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ഇവിടെ അസൈൻ ചെയ്യുന്നുണ്ട്. സോ വൈയിലേക്കായിരിക്കും ഈ 50 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എങ്ങോട്ടേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കിട്ടും? ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കിട്ടും. ഓക്കെ, സോ ദിസ് പർട്ടിക്കുലർ ഫംഗ്ഷൻ റിട്ടേൺ ദ വാല്യൂ 50 ആൻഡ് വിൽ get that value 50 in this y variable. Okay, so then y ഇവിടെ പ്രിന്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അടുത്ത ലൈനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തിരിച്ച് കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു. then continue executing here and we will get the value of y printed over here. so 50 എന്നിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നു. Okay, so this is the way the function will be executing. Okay, function definition ഉണ്ട്, function call ഉണ്ടെങ്കിൽ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും എക്സിക്യൂഷൻ നടക്കുന്നത്. Then there are different ways to call a function. ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമുക്ക് ഫംഗ്ഷൻസെ കോൾ ചെയ്യാം. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ മൾ 10, 5 എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റിജർ വാല്യൂസ് വെച്ചിട്ടാണ് ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഇൻറ്റിജർ വാല്യൂസ് ബൈ ഡിഫോൾട്ട് 10, 5 എന്ന് പറഞ്ഞ് പാസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു വേരിയബിൾ ആയിരിക്കും, വേരിയബിൾ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ വേരിയബിൾ നെയിം ആണ് ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. സോ M5. ഓക്കെ, രണ്ട് ഇൻറ്റിജർ വാല്യൂസ് തന്നെ ആവാം. സോ അതിനകത്ത് വന്ന് ബൈ ഡിഫോൾട്ട് ആ വാല്യൂ പാസ് ചെയ്യുന്നതിന് പകരം വേരിയബിൾ നെയിം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ വേരിയബിൾ നെയിം, ദെൻ സെക്കൻഡ് വൺ ദ ഡിഫോൾട്ട് വാല്യൂ. ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് വൺ ദ ഡിഫോൾട്ട് വാല്യൂ, ദെൻ സെക്കൻഡ് വൺ ദ വേരിയബിൾ നെയിം പാസ് ചെയ്തിരിക്കുന്നു. ഇവിടെ രണ്ട് നമ്മൾ വേരിയബിൾ നെയിം ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു എക്സ്പ്രഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു വാല്യൂ നമുക്ക് പാസ് ചെയ്യാം. ഇവിടെ ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് പാസ് ചെയ്തിരിക്കുന്നത്. M+5 എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ഒരു വാല്യൂ ഉണ്ട്, അതിന്റെ കൂടെ 5 കൂടെ കൂട്ടിയിട്ട് ആ വാല്യൂ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഒരു ഡിഫോൾട്ട് വാല്യൂ. ഓക്കെ, ഇവിടെ അടുത്തതിലാണെങ്കിൽ ഒരു ഡിഫോൾട്ട് വാല്യൂ, പിന്നെ ഈ ഫംഗ്ഷനെ തന്നെ നമ്മൾ ഒന്ന് കോൾ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്ന എന്താണോ ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ വീണ്ടും എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ഫംഗ്ഷനെ വീണ്ടും ഫംഗ്ഷനകത്ത് തന്നെ വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ഒരു ഇഫക്റ്റ് ആണ് വരുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും ഈ ഫംഗ്ഷന്റെ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ രണ്ട് എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ ഇത് A+B എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ ഇത് A×B എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആവാം. ഓക്കെ, അങ്ങനെ രണ്ട് ഡിഫറെന്റ് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതായിരിക്കും അതിന്റെ വാല്യൂ ആയിരിക്കും ഇതിന്റെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ടും ഇതിന്റെ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ടും കൊടുക്കുന്നത്. ഓക്കെ, മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഫസ്റ്റ് പാരാമീറ്റർ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാവുന്നതാണ്. Then function which return a value can be used in expressions like any other variable. ലൈക്ക് ഇവിടെ നമുക്ക് മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഫംഗ്ഷൻ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. സോ ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് നമ്മളിവിടെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു %t ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻറ്റിജർ ആണെന്ന് അറിയാം. സോ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈ ഒരു പ്ലേസിൽ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിനകത്ത്
ഡയറക്റ്റ് പ്രിന്റ് ആയിക്കോളും. സോ ഇൻസ്റ്റെഡ് ഓഫ് അസൈനിങ് ദിസ് ടു എ വേരിയബിൾ, ഇതൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, സോ വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു മൾ p, q എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും. ആ വാല്യൂ ഇന്റിജർ വാല്യൂ ആണെങ്കിൽ ആ ഇന്റിജർ വാല്യൂ ഈ ഒരു പ്ലേസിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് കിട്ടിക്കോളും. ഇൻസ്റ്റെഡ് ഓഫ് അസൈനിങ് ടു എ വേരിയബിൾ, ഇതുപോലെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതിന് പകരമായിട്ട് വി ക്യാൻ ഡു ലൈക്ക് ദിസ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന ഈ മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ വാല്യൂ മൾ p, q എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ പാസ്യും എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരുന്നു കിട്ടിയെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ p പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്തിട്ട് അതിനെയാണ് വൈയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പം ബൈ ഡീഫോൾട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആദ്യമേ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ ആൻസർ റിട്ടേൺ ചെയ്ത് വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് വൈയിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻസ് കൊടുക്കാവുന്നതാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ കോൾ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പല രീതിയിൽ കൊടുക്കാവുന്നതാണ്. സോ ഈ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ്. ഫംഗ്ഷൻ കോൾ ചെയ്ത ഫംഗ്ഷന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ കോൾ എൻകൗണ്ടർ ചെയ്യുമ്പോഴത്തേക്കും നേരെ ഈ ഫംഗ്ഷനിലേക്ക് ജമ്പ് ചെയ്ത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം തിരിച്ച് അതിന്റെ റിസൾട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ വിച്ച് റിട്ടേൺസ് എ വാല്യൂ ക്യാൻ ബി യൂസ്ഡ് ഇൻ എക്സ്പ്രഷൻസ് ലൈക്ക് എനി അതർ വേരിയബിൾ ഓർ വേരിയബിൾ. എവിടെയൊക്കെ നമുക്ക് വേരിയബിൾസ് യൂസ് ചെയ്യാമോ അവിടെയെല്ലാം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോർമലി നമ്മളൊരു വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ഓൾ ദീസ് ആർ ഡിഫറെന്റ് വേസ്. Then a function that does not return any value may not be used in expressions. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷനിലൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് ഇങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. That does not return any value may not be used in expressions but can be used to perform certain tasks. ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ ഒരു എക്സ്പ്രഷന്റെ അർത്ഥം നമ്മൾ ഡയറക്റ്റ് അതിനെ കൊടുക്കത്തില്ല. ഓക്കെ, സോ ലൈക്ക് ദിസ് വി ക്യാൻ യൂസ് മെയിൻ ഫംഗ്ഷനകത്ത് പ്രിന്റ് എന്ന് പറഞ്ഞ് പ്രിന്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നത് എപ്പോഴും സെമിക്കോളം വെച്ചിട്ട്, ഫംഗ്ഷൻ കോൾ എൻഡ് ചെയ്യുന്നത് എപ്പോഴും സെമിക്കോളം വെച്ചിട്ടായിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ എക്സ്പ്രഷനിൽ നമ്മൾ എഴുതുമ്പോഴത്തേക്കും അവിടെ സെമിക്കോളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു എക്സ്പ്രഷനകത്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എക്സ്പ്രഷനകത്ത് എഴുതുമ്പോഴത്തേക്കും സെമിക്കോളം കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും സെമിക്കോളം കൊടുത്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ function call. And some points to remember here is, if the actual parameter are more than ഫോർമൽ പാരാമീറ്റർ. അപ്പൊ ഈ ആക്ച്വൽ പാരാമീറ്ററിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ കോളിനകത്ത് കൊടുക്കുന്നതിനെയാണ് അകത്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ പി ക്യൂ എന്നൊക്കെ പറയുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. ഇവിടെ ഈ ഒരു കേസിലും പി ക്യൂ ആക്ച്വൽ പാരാമീറ്റർ ആണ്. ഇവിടുത്തെ പി ക്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. സോ ഒരു ഫംഗ്ഷൻ കോളിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്ററിനെയാണ് ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ മേ ബി ആസ്ക് ലൈക്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പാരാമീറ്റർ ആൻഡ് ഫോർമൽ പാരാമീറ്റർ. സോ ആക്ച്വൽ പാരാമീറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വൽ പാരാമീറ്റർ. ഫോർമൽ പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് കൊടുക്കുന്ന പാരാമീറ്ററിനെയാണ് ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആക്ച്വൽ പാരാമീറ്റർ ആർ മോർ ദാൻ ഫോർമൽ പാരാമീറ്റർ. ഫോർമൽ പാരാമീറ്ററിനെക്കാളും കൂടുതൽ ആക്ച്വൽ പാരാമീറ്റർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ വൺ വിൽ ബി ഡിസ്കാർഡ്. ഓക്കെ, സോ ഫംഗ്ഷൻ കോളിനകത്ത് ഇപ്പം ഫംഗ്ഷൻ ഒരു കോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതിനകത്ത് അതിന്റെ കോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 10, 5, 15 നമ്മൾ 3 പാരാമീറ്റേഴ്സ് കൊടുത്തു. ഓക്കെ, പക്ഷേ ഈ ഫംഗ്ഷന്റെ ഡെഫിനേഷനകത്ത് നമുക്ക് ഫംഗ്ഷൻ ഡെഫിനേഷനകത്ത് ഇന്റ് എ എന്നും ഇന്റ് ബി എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 10 will be assigned to this A, 5 will be assigned to B and 15 will be discarded. Okay, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So on the other hand, if the actual parameter is less than the formal, ഓക്കെ, ആക്ച്വൽ പാരാമീറ്റർ ഇവിടെ മേളിൽ നമ്മളിപ്പം 10, 5, 15 വരെ 10 മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 പാരാമീറ്റർ നമുക്ക് വേണം താനും. ഓക്കെ, സോ ആക്ച്വലി is less, actual parameter is less than the formal parameter. Then unmatched formal arguments will be initialized to some garbage value. So what happens? ഈ 10 ആദ്യത്തെ ഈ 10 പാരാമീറ്റർ എയിലേക്ക് അസൈൻ ചെയ്യും, ബിയിലെ some garbage value, some unwanted value will be assigned. അതായിരിക്കും ഇവിടെ സംഭവിക്കുക. ഓക്കെ, സോ 2 കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ പാരാമീറ്ററും ആക്ച്വൽ പാരാമീറ്ററും എന്താണെന്നുള്ള കറക്റ്റ് മനസ്സിലാക്കുക. ആക്ച്വൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളിൽ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഫോർമൽ എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റർ വരുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിലായിരിക്കും. അപ്പം ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ കൗണ്ട് കൂടുതലാണ്, ഫോർമൽ പാരാമീറ്റേഴ്സിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്നതിന് ഡിസ്കാർഡ് ചെയ്യും. ഇനി
ആക്ച്വൽ പാരാമീറ്റേഴ്സിന് കുറവാണ് ഫോർമൽ പാരാമീറ്റേഴ്സിനേക്കാളും എങ്കിൽ എന്ത് സംഭവിക്കും? ഫോർമൽ പാരാമീറ്ററിന് എക്സ്ട്രാ വരുന്ന വേരിയബിൾസിന് ഒരു അൺവാണ്ടഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഗാർബേജ് വാല്യൂ വെച്ച് അസൈൻ ചെയ്യുന്നു. ഓക്കെ, അത് രണ്ടുമാണ് ഇവിടുത്തെ കേസസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി മിസ്മാച്ച് ഇൻ ഡേറ്റ ടൈപ്സ് മേ ഓൾസോ റിസൾട്ട് ഇൻ സം ഗാർബേജ് വാല്യൂ. അപ്പം ഇവിടെ നമ്മൾ 10 അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ട് ഇവിടുത്തെ ടൈപ്പ് മെൻഷൻ ചെയ്തത് ക്യാർ എന്നായിരുന്നുവെങ്കിൽ ഇറ്റ് മേ ടേക്ക് സം അൺവാണ്ടഡ് വാല്യൂസ്. ചിലപ്പോൾ എടുത്തിരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും എടുക്കുക. ഓക്കെ, അപ്പം അന്നേരം അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആ ഒരു കേസസിന് മിസ്മാച്ച്, ഡേറ്റ ടൈപ്പിൽ ഒരു മിസ്മാച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ഒരു ഗാർബേജ് വാല്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, then function declaration. അടുത്ത നമ്മൾ ഫംഗ്ഷൻ ഡെഫിനേഷൻ പറഞ്ഞു, ഫംഗ്ഷൻ കോൾ പറഞ്ഞു, പിന്നെ അടുത്ത ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് മൂന്നാമത്തെ പാർട്ട്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഫംഗ്ഷൻസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമുക്ക് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ ഇസ് ഓൾസോ നോൺ ആസ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയും. ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷന്റെ പേരെന്താണ്, ഫംഗ്ഷനകത്ത് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട് റീഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്യുക. Okay, so all functions in a C program must be declared before they are invoked. അപ്പോൾ ഓരോ ഫംഗ്ഷൻസും C ഫംഗ്ഷൻസ് ഇൻവോക്ക് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൺസിസ്റ്റ് ഓഫ് 4 പാർട്സ്. 4 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഫംഗ്ഷന്റെ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് എന്ന് പറയും. ഫംഗ്ഷന്റെ ടൈപ്പ് എന്താണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് മെൻഷൻ ചെയ്യണം. ഫംഗ്ഷന്റെ പേര് കൊടുക്കണം. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലറേഷൻ വിൽ ടെർമിനേറ്റ് വിത്ത് സെമികോളൻ. ആ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സെമികോളൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ സിന്റാക്സ് ഇങ്ങനെയാണ്. ഫംഗ്ഷന്റെ ടൈപ്പ് ആദ്യം മെൻഷൻ ചെയ്യുക, ഫംഗ്ഷന്റെ നെയിം കൊടുക്കുക, പിന്നെ പാരാന്തസിസിനകത്ത് പാരാമീറ്റർ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, then it will end with a semicolon. So this is the syntax. ഒരു എക്സാമ്പിൾ കാണുവാണെങ്കിൽ ഇന്റിജർ ഇന്റ് മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ പേര്, ഇന്റ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ടൈപ്പ്. ഓക്കെ, മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഇന്റിജർ ടൈപ്പ് ആണ്. ഇനി മൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് 2 ഇൻപുട്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഫോർമൽ പാരാമീറ്റേഴ്സ് എമ്മും എന്നും, ഇന്റിജർ ടൈപ്പിലുള്ളതാണ് എമ്മും എന്നും. ആൻഡ് ദാറ്റ് ഈസ് റിട്ടേൺ ലൈക്ക് ഇന്റ് എം കോമ ഇന്റ് എൻ ആൻഡ് ഇറ്റ് വിൽ എൻഡ് വിത്ത് എ സെമികോളൻ. സെമികോളൻ വെച്ചായിരിക്കും ഫംഗ്ഷൻ ഡിക്ലറേഷൻ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, then there's some points to remember here is parameter list must be separated by commas. Parameter list നമ്മൾ comma വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. Already we have seen that. Okay, so for example ഇവിടെ parameter list comma വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. Okay, then parameter names do not need to be same in the function prototype and the function definition. Function definition നമ്മൾ കണ്ടു, function prototype ഇപ്പോൾ കണ്ടു. function prototype നമ്മൾ കൊടുക്കുന്ന പേര് തന്നെ function definition നമ്മൾ കൊടുക്കണമെന്നില്ല. അതായത് വേരിയബിളിന്റെ പേര്, ഫോർമൽ പാരാമീറ്റേഴ്സിന് കൊടുക്കുന്ന പേര് ഇവിടെ ഇന്റ് എ ബി എന്ന് ഇവിടെ ഞാൻ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ കൊടുത്തു, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ ഇന്റ് എ ഇന്റ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫിനിഷനിലും ഇന്റ് എ ഇന്റ് ബി എന്ന് കൊടുക്കണം നിർബന്ധമില്ല. ഓക്കെ, ഇന്റ് പി ഇന്റ് ക്യൂ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത് രണ്ടും സെയിം ആവണം നിർബന്ധമില്ല. ദെൻ ദ ടൈപ്സ് മസ്റ്റ് മാച്ച് ദ ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇൻ നമ്പർ ആൻഡ് ഓർഡർ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇപ്പൊ ഇവിടെ ഇന്റ് എ ഇന്റ് ബി എന്ന് ഞാൻ കൊടുത്തു, എയും ബിയും 2 പാരാമീറ്റേഴ്സ്, 2 ഇന്റിജർ ടൈപ്പ് ആണ്. ഇനി ഞാൻ ഫംഗ്ഷൻ ഡെഫിനിഷനിലും അത് ഇന്റിജർ ടൈപ്പ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഇവിടെ ഫ്ലോട്ട് എന്നാണ് ഞാൻ കൊടുത്തതെന്ന് വിചാരിക്കുക. ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ ഇങ്ങനെയായിരുന്നു, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷൻ ഡിഫിനിഷൻ വരുമ്പോഴത്തേക്കും ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മളത് കൊടുക്കുന്നത് കറക്റ്റ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാം. ഇന്റ് ആദ്യം പിന്നെ ഫ്ലോട്ട് തന്നെ വേണം, അല്ലാതെ ഫ്ലോട്ട് ആദ്യം പിന്നെ ഇന്റ് എന്നുള്ള രീതിയിൽ ഓർഡർ മാറ്റി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സെയിം ഓർഡറിൽ തന്നെ വേണം കൊടുക്കാനായിട്ട്. പക്ഷേ ഈ വേരിയബിളിന്റെ നെയിം മാറിയെന്നവർക്ക് കുഴപ്പമില്ല, എയും ബിയും വേണമെന്നില്ല, പിയോ ക്യൂ ആവാം. പക്ഷെ ടൈപ്പും അതുപോലെ അതിന്റെ ഓർഡറും മാറാൻ പാടില്ല. ഇന്റ് ഫ്ലോട്ട്, ആദ്യത്തെ വേരിയബിൾ ഇന്റ്, ആദ്യത്തെ വേരിയബിളിന്റെ ടൈപ്പ് ഇന്റ്, രണ്ടാമത്തെ വേരിയബിൾ ടൈപ്പ് ഫ്ലോട്ട് ആയിരിക്കും. ഓക്കെ, സോ അത് ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇന്റെ ആദ്യം പിന്നെ ഫ്ലോട്ട്. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷനിലും അതേ ഓർഡർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് മസ്റ്റ് മാച്ച് ദ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇൻ നമ്പർ ആൻഡ് ഓർഡർ. Okay, use of parameter names in the declaration is optional. അപ്പോൾ പാരാമീറ്റർ നെയിം നമ്മളിവിടെ ഡിക്ലറേഷനിൽ യൂസ് ചെയ്യണം എന്നുള്ള ഓപ്ഷണൽ ആണ്. എ ബി എന്ന് പറഞ്ഞു കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ എനിക്ക് എഴുതാം. ഇവിടെ കണ്ടോ, മൾ ഇന്റ് കൊമ ഇന്റ് എന്നും എഴുതാം. ഓക്കെ, മൾ ഇന്റ് കൊമ ഇന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിജർ 2 ഇൻഡിജർ പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ പാസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, 2 ഇൻഡിജർ, അത് ഏത് വേരിയബിൾ ആണെന്നുള്ള മെൻഷൻ ചെയ്തില്ലേലും നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് പാരാമീറ്റർ നെയിംസ് മെൻഷൻ ചെയ്യാതെ ഡിക്ലറേഷൻ എഴുതാം. ഓക്കെ, ആൻഡ് ഇഫ് ദ ഫംഗ്ഷൻ ഹാസ് നോ ഫോർമൽ പാരാമീറ്റേഴ്സ്, അപ്പം നമ്മുടെ ഫംഗ്ഷന് ഫോർമൽ പാരാമീറ്റേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് വോയിഡ് എന്നും പറഞ്ഞ് വേണമെങ്കിൽ എഴുതാം, പാരാന്തസിനകത്ത് വോയിഡ് എന്നും പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി. പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടായിരുന്നാൽ മതി. ഓക്കെ, ദ റിട്ടേൺ ടൈപ്പ് ഈസ് ഓൾസോ ഓപ്ഷണൽ. റിട്ടേൺ ടൈപ്പും ഓപ്ഷണലാണ്. അപ്പോൾ റിട്ടേൺ ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും റിട്ടേൺ ടൈപ്പ്? ഇൻഡിജർ ആയിരിക്കും. ഇവിടെ ഇൻഡിജർ ആണ് ഡിഫോൾട്ട് വന്നിരിക്കുന്നത്, ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ അതായത് ഡിഫോൾട്ട് ഇൻഡിജർ ആയിരിക്കും. ഓക്കെ, റിട്ടേൺ ടൈപ്പ് ഒന്നും റിട്ടേൺ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ വോയിഡ് എന്ന് മസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ,
Then when the declared types do not match with the types in the function definition. അപ്പോൾ ഡിക്ലറേഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ടൈപ്പ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ടൈപ്പ് റിട്ടേൺ ടൈപ്പും അതുപോലെ ഈ വേരിയബിളിന്റെ ടൈപ്പും ഒക്കെ മാച്ച് ചെയ്യുന്നില്ല, ഫംഗ്ഷൻ ഡെഫിനിഷനിലെ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ there will occur error, compilation errors produce ചെയ്യും. Okay, compiler will produce errors. Okay. Then some other points include when a function does not take any parameter and does not return a value, the function will be like this. ഇവിടെ ഈ കേസിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഫംഗ്ഷൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അപ്പോൾ വോയിഡ് എന്ന് റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പാരാമീറ്റർ ഒന്നും പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവിടെ നമുക്ക് വോയിഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി പാരാന്തസിസ്. ഓക്കെ. A prototype declaration may be placed in two places in a program, that is above all functions including main. ഗ്ലോബൽ ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, മെയിൻ ഫംഗ്ഷന് മുമ്പായിട്ട് നമുക്ക് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമുക്ക് എഴുതി കൊടുക്കാം. അതല്ലെങ്കിൽ ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ അകത്ത് നമുക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ അകത്ത് ലോക്കൽ ഡിക്ലറേഷൻ പോലെ നമുക്ക് എഴുതി കൊടുക്കാം. മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ എവിടെയാണ് കോൾ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇൻസൈഡ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ വി ക്യാൻ റൈറ്റ് ആസ് എ ലോക്കൽ ഡിക്ലറേഷൻ. അപ്പോൾ ഗ്ലോബൽ ആയിട്ടും ഡിക്ലെയർ ചെയ്യാം, ലോക്കൽ ആയിട്ടും ഡിക്ലെയർ ചെയ്യാം. ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാന്ന് പറയുമ്പോൾ മെയിൻ ഫംഗ്ഷനൊക്കെ മുമ്പായിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോക്കൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫംഗ്ഷനകത്താണോ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അതിന് കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആ ഫംഗ്ഷനകത്ത് ലോക്കലായിട്ട് മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, so function declarations are not essential, but best practice is to include that. Function declarations നമുക്ക് നിർബന്ധമില്ല, പക്ഷെ അത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ ആവശ്യം വരുന്നില്ല. അപ്പം ആദ്യമേ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ കണ്ടിട്ടാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതെങ്കിൽ കമ്പയറിന് മനസ്സിലാവും ഫംഗ്ഷൻ ഡെഫിനിഷൻ അവിടെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി കോൾ വരുമ്പോഴത്തേക്കും റീഡയറക്ട് ചെയ്ത് പോയിക്കോളും. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ വരുന്നത് ഫംഗ്ഷൻ കോളിന് ശേഷമാണെന്നുണ്ടെങ്കിലാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, then different categories of functions ആണ് നമ്മൾ കാണാൻ പോകുന്നത്. So a function depending on whether arguments are present or not and whether a value is returned or not, it can be classified into 5. അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെയൊക്കെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ആർഗ്യുമെന്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബേസ് ചെയ്തിട്ട്. ആർഗ്യുമെന്റ്സ് എന്ന് വെച്ചാൽ ഫോർമൽ ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, ഫോർമൽ ആർഗ്യുമെന്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ബേസ് ചെയ്തിട്ട് നമുക്ക് 5 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത് ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്, ഫോർമൽ ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല ആൻഡ് നോ റിട്ടേൺ വാല്യൂ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കണ്ട പോലെ നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുമ്പോൾ വോയിഡ്. ഓക്കെ, ഇപ്പൊ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണെങ്കിൽ വോയിഡ് ഡിസ്പ്ലേ, ഇവിടെ നമ്മൾ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്ത് വരുന്നില്ല. സോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വിട്ടു. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ വരുന്നതാണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ഉണ്ട് പക്ഷെ റിട്ടേൺ വാല്യൂ ഇല്ല. ആർഗ്യുമെന്റ് ഉണ്ട്, റിട്ടേൺ വാല്യൂ ഇല്ല. സോ ഇറ്റ് ക്യാൻ ബി ലൈക്ക് വോയിഡ്, റിട്ടേൺ വാല്യൂ ഇല്ല. ഓക്കെ, സോ വോയിഡ് ആഡ് രണ്ട് വാല്യൂസ് നമുക്ക് പാസ് ചെയ്ത് വരുന്നുണ്ട് വിചാരിക്കുക. അപ്പം ഇൻഡ് എ കോമ ഇൻഡ് ബി. ഓക്കെ, സോ ഇവിടെ ആർഗ്യുമെന്റ്സ് ഉണ്ട്, റിട്ടേൺ വാല്യൂ ഇല്ല. അടുത്തത് ആർഗ്യുമെന്റ്സും ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. റിട്ടേൺ വാല്യൂ ഒരു റിട്ടേൺ വാല്യൂ ആണുള്ളത്, വൺ റിട്ടേൺ വാല്യൂ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് വോയിഡ് അല്ല, ഒരു റിട്ടേൺ വാല്യൂ ഉണ്ട്. സോ ഇൻഡ് ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻഡ് എ കോമ ഇൻഡ് ബി. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മുടെ ഫംഗ്ഷൻ വരാം. Then function with no argument ഇല്ല. ഓക്കെ, ബട്ട് റിട്ടേൺ വാല്യൂ ഉണ്ട്. ഓക്കെ, സോ അതെങ്ങനെ വരും, ആർഗ്യുമെന്റിലെ റിട്ടേൺ വാല്യൂ ഉണ്ട്. അപ്പം ഇൻഡ് നമ്മൾ മെൻഷൻ ചെയ്തു, ഇൻഡ് ആഡ്, ആർഗ്യുമെന്റ് ഇല്ല, അപ്പൊ നേരെ ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു രീതിയിലും ഫംഗ്ഷൻസ് വരാം. ഓക്കെ, ദെൻ ഫംഗ്ഷൻസ് ദാറ്റ് റിട്ടേൺ മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ കോൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് വി വിൽ സി at the point of time of pointers in the concept പറയുമ്പോഴത്തേക്കും പറയാം. ഓക്കെ, so first we will see functions with a no argument and no return value. Okay, no argument and no return value എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ no data, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുന്ന കേസിൽ ഇവിടെ റിട്ടേൺ ടൈപ്പ് പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല, റിട്ടേൺ ടൈപ്പും ഇല്ല. ഓക്കെ, സോ ഇവിടെ ഒന്നും ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നില്ല, നോ ഇൻപുട്ട്. ഓക്കെ, ജസ്റ്റ് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നോ ഔട്ട്പുട്ടും ഇല്ല, അതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നോ റിട്ടേൺ ടൈപ്പ്. ഓക്കെ, സോ അതിന്റെ ഒരു ഫ്ലോ ഡയഗ്രം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഫംഗ്ഷൻസ്, ഇൻപുട്ട് ഡേറ്റയും ഇല്ല, ഔട്ട്പുട്ട് ഡേറ്റയും ഇല്ല. ഓക്കെ, സോ നോ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ കോളിംഗ് ഫംഗ്ഷൻ ആൻഡ് ദ കോൾഡ് ഫംഗ്ഷൻ, കോളിംഗ് ഫംഗ്ഷനും കോൾഡ് ഫംഗ്ഷനും തമ്മിൽ നോ ഡേറ്റ ട്രാൻസ്ഫർ. സോ ഹിയർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടു. സോ ഡിസ്പ്ലേ ഫംഗ്ഷനകത്ത് ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുപോലെ ഒന്നും പാസ് ചെയ്യുന്നുമില്ല. ഓക്കെ, നോ ഇൻപുട്ട് നോ ഔട്ട്പുട്ട്. സോ ജസ്റ്റ് ഇതൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വോയിഡ് മെയിൻ
ഫംഗ്ഷനകത്തുനിന്ന് ആദ്യം ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു. ഫംഗ്ഷൻ ഡിസ്പ്ലേ ഫംഗ്ഷനകത്ത് കയറി ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്തു, നേരെ കൺട്രോൾ തിരിച്ച് ഈ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വന്ന് പ്രോഗ്രാമിംഗ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലായിരിക്കും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അടുത്തത് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ബട്ട് നോ റിട്ടേൺ വാല്യൂ. ആർഗ്യുമെന്റ് ഉണ്ട് പക്ഷെ റിട്ടേൺ വാല്യൂ ഇല്ല. അപ്പം ഹിയർ ഇൻപുട്ട് ഈസ് ദയർ, യൂസർ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഇല്ല. ഓക്കെ, ഔട്ട്പുട്ട് ഇല്ല, ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഫംഗ്ഷൻ 2 എന്ന് പറയുന്ന ഫംഗ്ഷന് ഇൻപുട്ട്, ഇതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ആർഗ്യുമെന്റ്, ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ബട്ട് നോ റിട്ടേൺ വാല്യൂ. ഇവിടെ ഇൻപുട്ട് ഉണ്ട് പക്ഷെ ഔട്ട്പുട്ട് ഇല്ല, ഒന്ന് റിട്ടേൺ ചെയ്ത് കിട്ടുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് വൺ വേ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, വൺ വേ, ഒരു ഇൻപുട്ട് ഉണ്ട് പക്ഷെ ഔട്ട്പുട്ട് ഇല്ല, അതുകൊണ്ട് വൺ വേ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന വോയിഡ് ഡിസ്പ്ലേ ഇൻഡ് എ. ഇവിടെ നമ്മൾ ഇൻപുട്ട് പാസ് കൊടുക്കുന്നുണ്ട്, സോ അതാണ് ഇൻഡ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോർമൽ പാരാമീറ്റർ ഉണ്ട് പക്ഷെ റിട്ടേൺ ടൈപ്പ് ഇല്ല. ഓക്കെ, സോ ഡിസ്പ്ലേ 10 എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നതാണ്. കോൾ ചെയ്യുമ്പോഴത്തേക്കും എയിലേക്ക് 10 പാസ് ചെയ്തിട്ട്. ഓക്കെ, ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് ഷുഡ് മാച്ച് ഇൻ ടൈപ്പ്, നമ്പർ ആൻഡ് ഓർഡർ. ഓക്കെ, അതിനകത്ത് എത്ര നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്, ആക്ച്വൽ പാരാമീറ്റർ ഫോർമൽ പാരാമീറ്ററും ഉണ്ട്, അതിന്റെ ടൈപ്പും അതിന്റെ ഓർഡർ ഒക്കെ മാച്ച് ചെയ്തിരിക്കണം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, അത് ഇവിടെ ബാധകമാണ്. Then values of actual parameters are assigned to formal parameters as a one-to-one basis starting with the first parameter. അപ്പം ഇത് ഒത്തിരി പാരാമീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ ആദ്യത്തെ ഈ ഫംഗ്ഷൻ കോളിൽ ആദ്യത്തെ വാല്യൂ ആദ്യത്തെ പാരാമീറ്ററിലേക്ക് അസൈൻ ചെയ്യും, രണ്ടാമത്തെ വാല്യൂ രണ്ടാമത്തെ പാരാമീറ്ററിലേക്ക്, മൂന്നാമത്തെ വാല്യൂ മൂന്നാമത്തെ പാരാമീറ്ററിലേക്ക്, അങ്ങനെ ആ ഓർഡറിലായിരിക്കും അസൈൻ ചെയ്ത് പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാല്യൂസ് ഓഫ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ആക്ച്വൽ പാരാമീറ്റർ ഫംഗ്ഷൻ കോളിലാണ്, ആർ അസൈൻഡ് ടു ഫോർമൽ പാരാമീറ്റേഴ്സ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓൺ എ one-to-one basis starting with the first parameter. Then this is formal parameter must be a valid variable name. Formal parameter എപ്പോഴും ഒരു വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിം ആയിരിക്കണം. ഓക്കെ, ആക്ച്വൽ ആർഗ്യുമെന്റ് മേ ബി വേരിയബിൾ നെയിംസ് ഓർ എക്സ്പ്രഷൻസ് ഓർ കോൺസ്റ്റൻസ്. ഓക്കെ, ആക്ച്വൽ ആർഗ്യുമെന്റ് വരുന്നത് എവിടെയാണ്? ഫംഗ്ഷൻ കോളിലാണ്. അത് ഒരു വേരിയബിൾ നെയിം ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം, a+b എന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആവാം. 10 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആവാം. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വൽ പാരാമീറ്റർ. ആ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വരുന്നതാണ് ഫോർമൽ പാരാമീറ്റർ. ഫോർമൽ പാരാമീറ്റർ എപ്പോഴും ഒരു വാലിഡ് വേരിയബിൾ നെയിം തന്നെ വരണം. ഇൻഡ് എ ഇൻഡ് ബി എന്നൊക്കെ പറഞ്ഞ ഒരു വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിം തന്നെ വന്നിരിക്കണം. Then when a function call is made, only a copy of the values of actual argument is passed to the called function. ഒരു ഫംഗ്ഷൻ കോള് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേ ഇവിടെ ഒരു കേസിൽ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ 10ഉം 5ഉം ആണ് ഇവിടെ പാസ് ചെയ്യുന്ന വാല്യൂസ്. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്ന 10ഉം 5ന്റെ ഒരു കോപ്പി ആയിരിക്കും ഇങ്ങോട്ട് എക്സിലേക്കും വൈയിലേക്കും അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഉള്ളി എ കോപ്പി ഓഫ് ദ വാല്യൂസ് ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ വാല്യൂന്റെ ഒരു കോപ്പി ആയിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ആൻഡ് ഈസ് പാസ് ടു ദ കോൾഡ് ഫംഗ്ഷൻ, കോൾ ചെയ്ത ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഒരു എക്സിലേക്ക് 10ഉം വൈയിലേക്ക് 5ഉം പാസ് ചെയ്തു. അതിന്റെ വാല്യൂ ഇവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. വാല്യൂസ് ആർ 10 and 5 എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, സോ ഇവിടെ ഒരു കോപ്പി ആയിരിക്കും, കോപ്പി ഓഫ് ദ ആർഗ്യുമെന്റ്സ്, ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ കോപ്പി ആയിരിക്കും ഫോർമൽ ആർഗ്യുമെന്റ്സിലേക്ക് പാസ് ചെയ്യുന്നത്. Then function with the argument and one return value. ഒരു ആർഗ്യുമെന്റും ഇൻപുട്ട് ഡേറ്റയും ഉണ്ട്, ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ഡേറ്റയും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്, സോ ടു വേ കമ്മ്യൂണിക്കേഷൻ. സോ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ഷുഡ് ബിഹേവ് ലൈക്ക് ദിസ്. ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു കോഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എ ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അത് ബിഹേവ് ചെയ്യണം. ലൈക്ക് ഇൻപുട്ട്, ഇറ്റ് വിൽ ടേക്ക് ദ ഇൻപുട്ട് ആൻഡ് ഇറ്റ് വിൽ ഗീവ് ദ ഔട്ട്പുട്ട് ഓൾസോ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ 2 ഇൻപുട്ട് ഉണ്ട്. സോ ഇതാണ് ഇൻപുട്ട് പാരാമീറ്റർ. ഓക്കെ, അത് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ദെൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അതാണ് എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടേൺ ദ ഫംഗ്ഷൻ റിസൾട്ട് ഹിയർ. ദെൻ അതിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമുക്ക് 2 ഇൻപുട്ട് ഇവിടെ റീഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പം ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയും. അത് എൻഡ് ചെയ്യുന്ന സെമിക്കോളം വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ ഈ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് ഇൻഡിജർ ആണ്. ഡിസ്പ്ലേ എന്ന് പറയുന്നതാണ് ഫംഗ്ഷന്റെ പേര്. 2 വേരിയബിൾസ് ഉണ്ട്, 2 ഫോർമൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, എയും ബിയും ഇൻഡിജർ ടൈപ്പിലുള്ളത്. മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഇവിടെ നമ്മൾ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിനകത്താണ് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ ഡിസ്പ്ലേ 10,5 എന്ന് പറയുമ്പോൾ 10,5 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിന് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതായിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഡിസ്പ്ലേ 10,5 എന്ന് പറഞ്ഞ് കോൾ ചെയ്യുമ്പോഴത്തേക്കും കൺട്രോൾ നേരെ ഈ ഫംഗ്ഷനിലേക്ക് പോകുന്നു.
So 10 ഒരു കോപ്പി 5 എക്സിലേക്ക് വെക്കുന്നു, 5ന്റെ ഒരു കോപ്പി വൈയിലേക്ക് വെക്കുന്നു. So y will contain 5 and x will contain 10. Okay, then 10 into 5 ചെയ്യുന്നു, 10 into 5 ചെയ്ത് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണ് കോൾ ചെയ്തത് അങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും. So 50 will be returned to here. Okay, then 50 divided by 5 ഇവിടെ ചെയ്തിട്ട് അതിന്റെ ആൻസർ എന്താണ്? 10 എന്നുള്ള ആൻസർ ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So the output will be 10 over here. Okay, ഇതാണ് ഈ ഒരു രീതിയിലായിരിക്കും ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. Then function with no argument but return value. Return a value, it will return a value but no argument. അപ്പോൾ ഇൻപുട്ട് ഉണ്ട്, ഇൻപുട്ട് ഇല്ല. ഓക്കെ, ഫംഗ്ഷന് ഇൻപുട്ട് ഇല്ല പക്ഷേ ഔട്ട്പുട്ട് ഉണ്ട്. ആ ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ ഹിയർ ദ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നത് ഒരു റീഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അതിന് ഇൻപുട്ട് ഇല്ല ഇവിടെ. ഓക്കെ, ഇൻപുട്ട്സ് ഇല്ല പക്ഷേ ഔട്ട്പുട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഈ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ റീഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. കോൾ ചെയ്യുമ്പോഴത്തേക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഉണ്ട്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിനകത്താണ് ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ ഇതിനെ കൊടുത്തിരിക്കുന്നത്, ഈ ഫംഗ്ഷൻ കോളിനെ കൊടുത്തിരിക്കുന്നത്. സോ റീഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ റീഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ കൺട്രോൾ ഇങ്ങോട്ട് പോകുന്നു. ഈ ഫംഗ്ഷനകത്ത് വന്ന് ഇവിടെ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ എയുടെ വാല്യൂ നമ്മൾ യൂസറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എയുടെ ഒരു വാല്യൂ ഇൻറ്റിജർ വാല്യൂ ഇപ്പോൾ 5 ആണെങ്കിൽ 5 അക്സെപ്റ്റ് ചെയ്യുന്നു യൂസറിൽ നിന്ന് സ്കാൻ ആപ്പ് സ്റ്റേറ്റ്മെന്റ് വെച്ച്. then a into a ചെയ്യുമ്പോഴത്തേക്കും 5 into 5 25 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്ത് ഇവിടെ കിട്ടും. സോ 25 will be printed in this statement. പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 25 ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ ഇൻപുട്ട് ഇല്ല പക്ഷെ ഔട്ട്പുട്ട് ഉണ്ട്. ആ ഒരു രീതിയിൽ വരുന്ന കേസാണ് ഈ 4th കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ് ബട്ട് എ റിട്ടേൺ വാല്യൂ. ഓക്കെ, we have one more category like functions with that return multiple values, and that we will see in the next video. So with this we will wind up this. Thank you for watching.